വലിയേട്ടാ എപ്പോ നോക്കിയാലും നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. നല്ല കാലാവസ്ഥയാവുമ്പോ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണ്ടേ? ഓയ് മോട്ടു, എന്റെ ചങ്കേ, നീ തൽക്കാലം ഇവിടെ നിന്ന് പോ. നീ മാനത്തൂടെ പോകുന്ന പണികൾ പോലും ഏണി വെച്ച് പിടിക്കുന്നവനല്ലേ? വലിയേട്ടാ അങ്ങനെ പറയരുത്. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലേ പത്ലു? മോട്ടു എപ്പോഴും മറ്റുള്ളവർക്ക് സഹായമേ ചെയ്യൂ. പക്ഷെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മോട്ടുവാണ് കാരണം എന്നുള്ളത് വേറൊരു സത്യം. സീതാറാം, നിങ്ങൾ പറയൂ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? പൊളിച്ചെടുത്തല്ലോ. ഞാനെന്ത് പറയാനാ? താൻ എവിടൊക്കെ വരുന്നുണ്ടോ അവിടൊക്കെ പ്രശ്നങ്ങൾ താനെ വന്നോളും. കള്ളമാണ്, ഇത് പച്ച കള്ളമാണ്. തെളിവ് സഹിതം കാണിക്കൂ, എങ്കിൽ ഞാൻ സമ്മതിക്കാം. ഈ മണം എവിടുന്നായി വരുന്നത്? മോട്ടു, നീ എന്തായി കാണിച്ചത്? ഓടിക്കോ, ഇതെല്ലാം പൊട്ടിത്തെറിക്കൂ. പൊട്ടിത്തെറിക്കൂ, ഇതിപ്പോ പൊട്ടിത്തെറിക്കൂ. അല്ല, ഈ വലിയേട്ടന് എന്തായി പറ്റിയത്? എന്തിനാ കിടന്നിങ്ങനെ ഓടുന്നത്? ഇനി ഇതിലും വലിയ തെളിവ് വല്ലതും വേണോ? മറ നിക്ക്, ഈ പഴങ്ങൾ ഞങ്ങൾക്കുള്ളതാണ്. എന്റെ ഈ പരീക്ഷണം എനിക്ക് നാളെ കൊണ്ടെങ്കിലും തീർക്കണം. നമ്മുടെ ഭാഗ്യവാ ആ മോട്ടുവും പത്തിലും ഇവിടെ ഇല്ലാത്തതും. പൊളിച്ചെടുത്തല്ലോ. നമ്മള് ഒരു ടെന്റ് അല്ലേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ ടെന്റ് എവിടുന്നാ വന്നത്? എന്റെ രോഗികളാണെങ്കിൽ സത്യം, ടെന്റ് നമ്മൾ ഒരെണ്ണമല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. ആരാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഈ ക്യാമ്പ് ഫയർ എപ്പോഴാ ഇവിടെ ഇട്ടത്? എന്തായാലും നന്നായി നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ നമുക്ക് ഒരുമിച്ച് പിക്നിക് ആഘോഷിക്കാം. ഞങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശമൊന്നുമില്ലേ? നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകോട്ടു. ഇത് ഞങ്ങളുടെ ക്യാമ്പ് ഫയറാ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം കത്തിക്കാം. കുഴപ്പമില്ല, ഞങ്ങളുടെ ക്യാമ്പ് ഫയർ ഞങ്ങൾ തന്നെ കത്തിച്ചോളാം. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയാണോ? വീട്ടിൽ വന്ന അതിഥികൾക്കും കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. ഇതാ പിടിച്ചോ. തീപ്പെട്ടിയും ലൈറ്റർ ഒന്നും എടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെ തീയിടുക? ഞങ്ങളുടെ വിറക് തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്ക്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യ്. ഞങ്ങളുടെ അടുത്തത് ദൂരെ പോ. ഇന്നാ നിങ്ങളുടെ വലിയൊരു വിറക് കൊള്ളി. ഇതുപോലെ ഒരു പിശുക്കനെ ഞാൻ കണ്ടിട്ടില്ല. ഈ വിറക് നമ്മുടെ ടേബിളിൽ വീട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറി ഉണ്ടാവും ചങ്ങേ. ഞാനിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. അടിയിലാരാ? ആരുമില്ല. രക്ഷിക്കണേ. വരരുത്, വരരുത്. അടുത്ത് വന്ന കത്തിക്കും ഞാൻ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്റെ ചങ്കുകളെ എനിക്കിപ്പോ ഡോക്ടർ ജഡ്കയെ ഓർമ്മ വരുന്നു. അങ്ങേരുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ പോലുള്ള കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം കട്ട പോക തന്നെയാ. അല്ല പിന്നെ
ഗസീട്ട് ഈ കയറങ്ങോട്ട് കെട്ട്. എനിക്ക് ഒരു തരത്തിലുള്ള ശല്യവും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് സമാധാനത്തോടെ പരീക്ഷണം ചെയ്യണം. എന്റെ വലിയേട്ട വല്ല സഹായം വേണേ പറഞ്ഞോളൂ, ഞങ്ങള് മേളില് വന്നോളാം. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യ്. നീ താഴെ തന്നെ നിക്ക്. എന്റെ അടുത്തേക്ക് വരാനേ പാടില്ല. ഒരു പ്രാവശ്യം ഞങ്ങള് മുകളിലോട്ട് കൊണ്ടുപോവോ വലിയേട്ടാ, ഒരു പ്രാവശ്യം. മുകളിലേക്ക് വരാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ വെടിവെക്കും, ഉറപ്പാ. ഓക്കെ ഓക്കെ, ഞങ്ങള് വരുന്നില്ല. കൊള്ളാം കൊള്ളാം, ഇവിടെ എന്ത് നല്ല രസമാണ്. ഇവിടെ ക്യാമ്പ് ഫയറോടെ വെക്കുവാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും. താങ്ക് യു കൂട്ടുകാരെ. നമ്മളിപ്പോ ഇവിടെ ക്യാമ്പ് ഫയർ കത്തിച്ചിട്ട് ശരിക്കും ഒന്ന് ആഘോഷിച്ച് കളയാം. ഡിങ്കടിക്ക, ഡിങ്കടിക്ക, ഡിങ്കടിക്ക. എന്റെ വലിയേട്ടാ മേളിലോട്ട് വാ. അവിടെ എന്താ നടക്കുന്നത് നോക്ക്. കുരങ്ങന്മാരുടെ ഡാൻസ് ഒന്ന് വന്ന് നോക്ക്. നീ ഇവിടെ വന്നു. മുകളില് ഈ കുരങ്ങന്മാരൊക്കെ ഇവിടെ എന്ത് ചെയ്യുവാണോ? അവര് ക്യാമ്പ് ഫയർ കത്തിച്ച് അവിടെ ആഘോഷിക്കുമല്ലേ. അവർക്ക് ഇനി എപ്പോ അവസരം കിട്ടാനാ ഇതുപോലെ? എന്ത് ബലൂണിന്റെ പുറത്ത് ക്യാമ്പ് ഫയറോ? വേണ്ടോ. നോക്കുന്നേ. എന്നെ എന്തിനാ അങ്ങനെ ഉപദ്രവിക്കുന്നത് ചങ്കേ? രക്ഷിക്കണേ. ഈ വലിയേട്ടൻ നമ്മളുടെ കൂടെ എന്താ നിൽക്കാത്തത്? ദൂരെ ദൂരെയാണല്ലോ പോയി നിൽക്കുന്നത്. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാ ഒരാപത്തും നമ്മളുടെ അടുത്തേക്ക് പോലും വരില്ലല്ലോ. അതിന് ഏറ്റവും വലിയ ആപത്ത് താനല്ലേ. അതാണ് അയാൾ ഇവിടുന്ന് ദൂരെ പോയത്. ആരെങ്കിലും രക്ഷിക്കണേ. എന്നെ മുതലുകളിപ്പോ തിന്നുവേ. ആരെങ്കിലും രക്ഷിക്കണേ. വേഗം വരൂ. എന്റെ വലിയേട്ട എത്ര നല്ല മുതലയാത്. വേഗം അതിനൊരു ഫോട്ടോ എടുത്തേ. നിങ്ങൾ അതിന്റെ അടുത്ത് ചെന്ന് അതിന് കയ്യും പിടിച്ചൊരു പോസതാ. ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഓക്കേ, ഞാൻ ഇതിന്റെ കയ്യിലായിരിക്കില്ല, ഇതിന്റെ വയറ്റിലായിരിക്കും മിക്കവാറും എത്തിപ്പെടുക. എന്നെ ഒന്ന് പെട്ടെന്ന് സഹായിക്ക. ആ വിറകൊന്ന് എടുത്തു തരൂ. ആ കത്തുന്ന വിറകിങ് എടുത്തതാ. അത് കാണിച്ച് ഞാൻ ഇതിനെ പേടിപ്പിച്ചോളാം. ഓഹോ, ദൂരെ പോ. മാറ് മാറ്. ഇല്ലില്ല, ഇനി ഒരിക്കലും കത്തുന്ന വിറക് ഞാൻ ആർക്കും എറിഞ്ഞു തരില്ല. പൊളിച്ചെടുത്തല്ലോ. ആ വിറക് വേഗം എറിഞ്ഞു കൊടുക്കാൻ മോട്ടു. ആ മുതലകൾ ഇപ്പൊ തന്നെ ചടുക്കയുടെ അടുത്ത് എത്തും. കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ വിട പറയുകയാണ്. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണേ എന്റെ ദൈവമേ. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. ഇല്ല, ആദ്യം ഡോക്ടർ ജെറ്റ്ക്ക് സോറി പറയട്ടെ, എങ്കിൽ ഞാൻ വിറകെടുക്കാം. ഓ സോറി 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 എന്റെ ചങ്കെ. ഒന്ന് പെട്ടെന്ന് രക്ഷിക്കോ വേഗം. മര്യാദക്ക് പോയിക്കോ. ഇപ്പൊ നിങ്ങളുടെ ഡിന്നറിന്റെ സമയം അല്ല. ഓ താങ്ക് യു മോട്ടു, താങ്ക് യു വെരി മച്ച്. ഈ കരിഞ്ഞ മണം എവിടുന്നാ വരുന്നത് ചങ്ക്? രക്ഷിക്കണേ. ഇന്ന് ഡോക്ടർ ജഡ്ക മോട്ടുവിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്നത്തോടെ മോട്ടിന്റെ കാര്യം പോക്കാണ്. സോറി വലിയേട്ടാ, ഒരിക്കൽ കൂടി എനിക്ക് തെറ്റ് സംഭവിച്ചു നീ പോയി. ഒരു തവണയല്ല, വേണമെങ്കിൽ 100 തവണ തെറ്റ് ചെയ്തോ ചങ്കേ. നിന്നെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടാൻ ഭയങ്കര പാടാ. അതും കൂട്ടുകാർക്ക് വേണ്ടി നീ എന്തും ചെയ്യും. ഡോക്ടർ ചട്ക, ഇന്ന് മോട്ടിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഉപദ്രവിക്കുന്നതിൽ ഒരു പരിധി ഉണ്ടല്ലോ. അല്ല പിന്നെ. ഓ എന്റെ മോട്ടുവിനെ തൊട്ടാലുണ്ടല്ലോ നീ വിവരം അറിയും. മോട്ടു എന്റെ ചങ്ക. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ജീവൻ പണയപ്പെടുത്തി വരെ വന്നവനാ. നിന്നെ ഒന്നും കണ്ടില്ലല്ലോ.
മോട്ടു എന്റെ ചങ്കേ എന്റെ ബ്രോ വാ നമുക്ക് പിക്നിക് ആഘോഷിക്കാം പരീക്ഷണങ്ങളോടൊക്കെ പോവാൻ പറയാം പൊളിച്ചെടുത്തല്ലോ ഈ ചട്കയ്ക്ക് ഇത് എന്താ പറ്റിയത്